Hello everyone, welcome back. This is Nirjana here from Leo Tales. So, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരുപാട് പേര് പലവട്ടം ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ ഡിയോഡ്രന്റ്, ആന്റിപെർസ്പിറന്റ്, ബോഡി സ്പ്രേ, ബോഡി മിസ്റ്റ് ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് എല്ലാവർക്കും ഉപയോഗിക്കാമോ? ഈ 3-4 പ്രോഡക്റ്റ് ഒരാൾ യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അപ്പോൾ നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് ഈ പ്രോഡക്ട്സ് ഇൻഡിവിജ്വലി എന്താണ് ഈ പ്രോഡക്ട്സിന്റെ പർപ്പസ്, ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാം, ഇതിലെ ഇൻഗ്രീഡിയൻസിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഫേമസ് ആയിട്ടുള്ള കുറേ ബ്രാൻഡ്സ്, പിന്നെ ഞാൻ ഉപയോഗിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പ്രോഡക്ട്സ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും. ഓൾസോ വിസ്ഡം ടൂത്തിൻ്റെ സർജിക്കൽ റിമൂവൽ കഴിഞ്ഞിട്ടിരിക്കുന്നുണ്ട്. ഈ സൈഡിൽ സ്റ്റിച്ച് ഇപ്പോഴും കിടപ്പുണ്ട്. ഇപ്പം മുഖം ഇച്ചിരി ഇങ്ങനെ സ്വോളൺ ആയിട്ടിരിക്കുകയാണ്. പിന്നെ അക്ഷര സ്ഫുടത അല്പം കുറഞ്ഞിട്ടുണ്ട് സ്റ്റിച്ച് ഉള്ളത് കൊണ്ട്. സ്റ്റിച്ച് എടുക്കുന്നത് നാളെ മറ്റന്നാൾ എടുക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല വീഡിയോ ഇടാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള മിസ്റ്റേക്സ് എല്ലാവരും ക്ഷമിക്കുക. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, നമുക്ക് ആദ്യം നോക്കാൻ പോകുന്നത് ഡിയോഡ്രൻറ്റുകൾ, അതായത് ഡിയോഡ്രൻസും ആൻറ്റിപെർസ്പിറൻസും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണ്, അതുപോലെ പിന്നെ നമ്മൾ ബോഡി സ്പ്രേയും ബോഡി മിസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കും. കീ ആയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഈ പ്രോഡക്ട്സിൽ വരുന്നതാണ് ആദ്യം നോക്കുന്നത്. ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ആൽക്കഹോളാണ്. പൊതുവേ ആൽക്കഹോൾ ബേസ്ഡ് ഇൻഗ്രീഡിയൻസ് ഭയങ്കരമായിട്ട് ഡ്രൈ ഔട്ട് ചെയ്യും എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്, വിച്ച് ഇസ് ട്രൂ ആക്ച്വലി. പക്ഷേ ആൽക്കഹോൾ പൊതുവെ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ പെർഫ്യൂംസിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ സ്പ്രേസിൽ, ബോഡി മിസ്റ്റിലൊക്കെ ഒരു ഫ്രേഗ്രൻസ് ഓയിൽ കാണും. ഈ ഓയിലിൻ്റെ കോമ്പൗണ്ട്സ് നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യാനും ഇവോപ്പറേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ നേരം മണം നിൽക്കാനും വേണ്ടിയിട്ടാണ് ആൽക്കഹോൾ ഉപയോഗിക്കുന്നത്. സോ ആൽക്കഹോൾ കണ്ടന്റ് ട്രഡീഷണലി കൂടുതലായിരിക്കും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ മണങ്ങളായിരിക്കും എന്നാണ് നമ്മൾ പൊതുവെ പറയുന്നത്. പിന്നെയുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അലുമിനിയം. അലുമിനിയം നമ്മൾ പൊതുവെ കാണുന്നത് ഡിയോഡ്രൻറ്റുകളിലല്ല, ആൻറ്റിപെർസ്പിറന്റ് എന്നൊരു കാറ്റഗറിയിലാണ്. അതായത് നമ്മുടെ സ്വെറ്റിംഗ് അഥവാ പെർസ്പിറേഷൻ തടയുന്ന, നമ്മുടെ സ്വെറ്റ് ബ്ലോക്സിൽ കയറി ഇങ്ങനെ അടഞ്ഞിരിക്കും അലുമിനിയം. അതാണ് അലുമിനിയത്തിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചില കേസസിൽ നല്ലതാണ്, കാരണം അധികം സ്വെറ്റ് ചെയ്യാതെ, അതായത് സ്വെറ്റ് സ്റ്റെയിൻ തന്നെ കുറയും. പക്ഷേ നമ്മുടെ നാച്ചുറൽ സ്വെറ്റിംഗ് പ്രോസസ്സിനെയാണ് ഇത് തടസ്സപ്പെടുത്തുന്നത്. അപ്പം അലുമിനിയം എപ്പോഴും ഒരു ഡിസൈറബിൾ ഇൻഗ്രീഡിയൻ്റ് അല്ല. ഇപ്പോൾ അലുമിനിയം ഫ്രീ എന്ന് പറയുന്നത് ശരിക്കും ഒരു കോൺസെപ്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ ഉള്ളത് ഫ്രേഗ്രൻസ് ഓയിൽ. നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സിൽ അടങ്ങിയിരിക്കുന്ന ഫ്രേഗ്രൻസ് ഓയിലിൻ്റെ അളവ് കൂടിയും കുറഞ്ഞു വരിക്കും. ഇപ്പം പെർഫ്യൂംസിലൊക്കെ ഫ്രേഗ്രൻസ് ഓയിൽ അളവ് വളരെ കൂടുതലായിരിക്കും. ബോഡി സ്പ്രേ, ബോഡി മിസ്റ്റ് തടിക്ക് വരുമ്പോൾ അത് വളരെ കുറയും. പൊതുവെ ഡിയോഡ്രൻസിൽ നമ്മൾ അങ്ങനെ ഫ്രേഗ്രൻസ് ഓയിൽ എന്നൊരു കോൺസെപ്റ്റ് കാണില്ല. കാരണം ഡിയോഡ്രൻസിൻ്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് ശരീര ദുർഗന്ധം അകറ്റുക എന്നുള്ളതാണ്, മണം തരിക എന്നുള്ളതല്ല. അതേസമയം നമ്മളൊരു ബോഡി മിസ്റ്റോ, ഇപ്പോൾ ഒരു ബോഡി പെർഫ്യൂം അല്ല, നമ്മളൊരു ബോഡി മിസ്റ്റോ അല്ലെങ്കിൽ ബോഡി സ്പ്രേയോ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഒരു പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് മണം തരിക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഒരു മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു. ഓൾസോ മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് കോമൺലി നമ്മൾ ഈ സോളിഡ് ഡിയോഡ്രൻസിൽ കാണുന്നത് ബേക്കിംഗ് സോഡയാണ്, സോഡിയം ബൈകാർബണേറ്റ്. ബേക്കിംഗ് സോഡയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അലുമിനിയം ഇല്ലാതെ തന്നെ ഈ കുറച്ച് സ്വെറ്റ് അബ്സോർബ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. സോ പൊതുവെ നമ്മൾ ഒരുപാട് കാണുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഹവർ നമ്മുടെ സ്കിന്നിൻ്റെ pH എന്ന് പറയുന്നത് 5.5 ആണ്. അതേസമയം ബേക്കിംഗ് സോഡയുടെ pH എന്ന് പറയുന്നത് അറൌണ്ട് 9 ആണ്. സോ നമ്മൾ റെഗുലർലി ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ pH ലെവലിനെ അത് ബാധിക്കും. അപ്പോൾ ഇപ്പോൾ അലുമിനിയം ഫ്രീ, ബേക്കിംഗ് സോഡ ഫ്രീ, അങ്ങനെ തന്നെ നമുക്ക് ബ്രാൻഡുകൾ അവൈലബിൾ ആണ്. ഈ ഇങ്ങനത്തെ ലിക്വിഡ് അഥവാ റോൾ ഓൺ ഡിയോഡ്രൻസിൽ നമുക്ക് പൊതുവെ ബേക്കിംഗ് സോഡയുടെ പ്രോബ്ലം വരുന്നില്ല. ഇനി നമുക്ക് ഡിയോഡ്രൻസിലേക്ക് പോകാം. ഇപ്പോൾ ഡിയോഡ്രൻസും ആൻറ്റിപെർസ്പിറൻസും തമ്മിലുള്ള ഡിഫറൻസ് വളരെ സിമ്പിളാണ്. ഡിയോഡ്രൻസ് വേർപ്പിൻ്റെ ദുർഗന്ധം അകറ്റും. എങ്ങനെ? നമുക്ക് ഈ ദുർഗന്ധം ഉണ്ടാക്കുന്ന ബാക്ടീരിയയെ ഡീഓഡറൈസ് ചെയ്ത് സ്വെറ്റിങ്ങിൻ്റെ അളവൊന്നും കുറയ്ക്കില്ല. സ്വെറ്റൊക്കെ നമ്മൾ ചെയ്യും, പക്ഷേ അതിൽ നിന്നുണ്ടാകുന്ന ദുർഗന്ധം അഥവാ നാറ്റം കുറയ്ക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഡിയോഡറൈസേഷൻ എന്ന് പറയുന്നത്. ഒരു ആൻറ്റിപെർസ്പിറന്റ് ചെയ്യുന്നത് ഇതിനോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വെറ്റ് ബ്ലോക്സ് തടഞ്ഞു വെച്ച് സ്വെറ്റ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ലോങ് റണ്ണിൽ ശരിക്കും ഒരുപാട് ആൻറ്റിപെർസ്പിറൻസ് അങ്ങനെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കില്ല, കാരണം നമ്മുടെ സ്വെറ്റ് പോർസ് തടഞ്ഞു വെക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഒരു പോസിറ്റീവ് കാര്യമല്ല. പക്ഷേ ഡിയോഡ്രൻസിന് ആ ഒരു പ്രശ്നം വരുന്നില്ല. അതുപോലെ ഇപ്പോൾ ഉള്ള മിക്ക ഡിയോഡ്രൻസും ഞാനിവിടെ ഇന്ന് പർട്ടിക്കുലർലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഡിയോഡ്രൻറ്റ് ഈ KSR Kojic റോൾ ഓൺ ഡിയോഡ്രൻ്റ് ആണ്. ദിസ് ഇസ് ബൈ ദ ബ്രാൻഡ് ഡോക്ടർ ഷെത്. അപ്പം ഈ ഒരു ഡിയോഡ്രൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ ഡിയോഡ്രൻസ് അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ കെമിസ്റ്റഡ് പ്ലേ ഉണ്ട്, പ്ലം ഉണ്ട്, ഡോക്ടർ ഷെത്ത് ഉണ്ട്, വിഷ് കെയർ ഉണ്ട്, ഒരുപാട് ഫേമസ് മിനിമലിസ്റ്റ്, ഒരുപാട് ഫേമസ് ബ്രാൻഡ്സിൻ്റെ ഡിയോഡ്രൻസ് ഉണ്ട്. ഞാനത് ലിങ്ക് കൊടുക്കാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഡിയോഡ്രൻസ് ബേസിക്കലി ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിലെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഈ നാറ്റം ഉണ്ടാക്കുന്ന ബാക്ടീരിയയെ കില്ല് ചെയ്ത് ഡിയോഡ്രൈസ് ചെയ്യുക എന്നുള്ളതാണ് പർപ്പസ്. ഇപ്പോൾ പല ഡിയോഡ്രൻസും ഇൻക്ലൂഡിങ് ദിസ് വൺ ചില ആക്റ്റീവ്സ് കൂടെ ചേർന്നിട്ടുണ്ട്, അഥവാ ചില എക്സ്ഫോളിയൻസ് കൂടെ ചേർന്നിട്ടുണ്ട്. അതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഈ അണ്ടർ ആംസിലാണ് മിക്ക ആൾക്കാർക്കും ഒരു ഡാർക്ക്നെസ് കാണുന്നത്. ചിലർക്ക് ജനറ്റിക് ആണ്, ചിലർക്ക് ഓവർ ടൈം വരുന്നതാണ്. അപ്പോൾ ആ ഡാർക്ക്നെസ്സിനെ എക്സ്ഫോളിയേറ്റ് ചെയ്ത് അണ്ടർ ആംസിനെ ഒന്ന് ലൈറ്റൻ ചെയ്യാനും കൂടെ. ഇപ്പോൾ ഇതിനകത്താണെങ്കിൽ കേസർ
സാഫ്രനും കോജിക് ആസിഡും ആണുള്ളത്. കോജിക് ആസിഡ് ഒരു എക്സ്ഫോളിയന്റ് ആണ്. അപ്പം ഇത് യൂസ് ചെയ്ത് കഴിയുവാണെങ്കിൽ ഇവൻച്വലി നിങ്ങളുടെ അണ്ടർ ആം ഡാർക്ക്നെസ്സും കുറയും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വെറും ഡിയോഡറൻസ് ഉണ്ട്, ജസ്റ്റ് ഡിയോഡറൈസിങ് ആക്ഷൻ തരുന്നത്. അതിനോടൊപ്പം ആക്റ്റീവ്സ് അടങ്ങിയ പ്രോഡക്ട്സ് ഉണ്ട്, വിച്ച് ഐ തിങ്ക് ഇസ് ഗുഡ്. കാരണം രണ്ടും ഒന്നിച്ചങ്ങ് നടക്കും, മൾട്ടിപർപ്പസ് ആണ്. പിന്നെ നിങ്ങൾക്ക് ആന്റിപേഴ്സ്പിറൻസ് ഉണ്ട്. ആന്റിപേഴ്സ്പിറൻസ് എപ്പോഴും കളർ ബെറ്റർ ആക്കാനൊന്നും ചെയ്യണമെന്നില്ല, പക്ഷെ അവർ സ്വെറ്റ് ബ്ലോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എനിക്ക് തോന്നുന്നു നിവ്യയ്ക്ക് ഒരെണ്ണമുണ്ട്, അതുപോലെ ഡവിനുണ്ട്. ഞാൻ എന്തായാലും അത് ലിസ്റ്റ് ചെയ്യാം. ദേ ആർ നോട്ട് ബാഡ് പ്രോഡക്ട്സ്, അങ്ങനെയല്ല. ആന്റിപേഴ്സ്പിറൻസ് ഉപയോഗിക്കാനേ പാടില്ല എന്നുള്ളതല്ല, വൺസ് ഇൻ എ വൈൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. പക്ഷേ ഒരു റെഗുലർ ആയിട്ട് വർഷങ്ങളോളം അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആയിരിക്കത്തില്ല. ഡിയോഡറൻസിലോട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ ഏറ്റവും കോമൺ മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ റോൾ ഓൺ ബോൾ ആപ്ലിക്കേറ്റർ ആണ്. ഏറ്റവും നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഇതാണ്. വെരി കൺവീനിയൻറ്റ് ഓൾസോ. നമ്മൾ കൈ ഒന്നും മെസ്സ് ചെയ്യാവത്തില്ല, നമുക്ക് ഉപയോഗിക്കാൻ വളരെ കംഫർട്ടബിൾ ആണ്. അതല്ലാതെ തന്നെ സ്റ്റിക്ക് ഡിയോഡറൻസും അവൈലബിൾ ആണ്. ഈ പർട്ടിക്കുലർ ബ്രാൻഡ് ഇന്ത്യയിൽ അവൈലബിൾ അല്ല, ഇതെൻ്റെ ഫ്രണ്ട് US നിന്ന് തന്നതാണ്. പക്ഷേ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു നല്ല സ്റ്റിക്ക് ഡിയോഡറൻ്റ് ആണ് എർത്ത് റിതത്തിൻ്റെ. അത് ഞാൻ ലിങ്കിൽ കൊടുക്കാം. ഇങ്ങനെയാണ് സ്റ്റിക്ക് ഡിയോഡറൻസിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത്. ഇങ്ങനെ ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആംപിറ്റ്സിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ മണം ഭയങ്കര നല്ലതായിട്ട്. ഈ നേറ്റീവ് ആക്ച്വലി ഇന്ത്യയിൽ അവൈലബിൾ ആണ്, പക്ഷേ നേറ്റീവ് ഇസ് വെരി എക്സ്പെൻസീവ് ഇൻ ഇന്ത്യ. അപ്പം നമ്മൾ അത് നോക്കേണ്ട കാര്യമില്ല. എന്തായാലും എർത്ത് റിതത്തിൻ്റെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിലൊരു ഡിഫറൻസ് നോക്കുവാണെങ്കിൽ ഇത് ചില ആൾക്കാർക്ക് ഈ ആപ്ലിക്കേഷൻ ഡയറക്റ്റായിട്ട് സ്കിന്നിൽ ഇങ്ങനെ ഒരു ക്രീമി ആയിട്ട് എന്തോ ഫീൽ ചെയ്യുന്നു, അങ്ങനെ ഒരു ഫീലിംഗ് ആയിരിക്കും. ചിലർക്ക് ഈ ഒരു കുറച്ചുകൂടെ ലിക്വിഡ് ഫീലിംഗ് ആയിരിക്കും ഇഷ്ടം. ഈതർ വേ ഇതൊക്കെ നോൺ സ്റ്റെയിനിങ് ആണ്. ക്ലോത്ത്സിനെ സ്റ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. മിക്കവാറും ഇങ്ങനത്തെ സോളിഡ് ഡിയോഡറൻസ് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അങ്ങ് ആംപിറ്റ്സിൽ അങ്ങ് പിടിക്കും. അത് വേറെ സ്റ്റെയിനോ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാക്കത്തില്ല. ചില ആൾക്കാർക്ക് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ചോയ്സ്. ചില ആൾക്കാർക്ക് ആ ടെക്സ്ചർ ഇഷ്ടമാണ്. എനിക്ക് ആക്ച്വലി സോളിഡ് ഡിയോഡറൻസിൻ്റെ ടെക്സ്ചർ ഇഷ്ടമാണ്. ചിലർക്ക് കുറച്ചും കൂടി ഒരു ലിക്വിഡ് ലൈക്ക് ടെക്സ്ചറാണ് ഇഷ്ടം. ഈതർ വേ ഇത് അപ്ലൈ ചെയ്ത് ഒരു ഫ്യൂ മിനിറ്റ്സിൽ നമുക്ക് ലിക്വിഡോ സോളിഡോ ഒന്നും ഫീൽ ചെയ്യില്ല. ആഫ്റ്റർ ദാറ്റ് നമുക്ക് ആക്ഷൻ മാത്രമേ കിട്ടത്തുള്ളൂ. ആൻഡ് ചില ഡിയോഡറൻസിന് ഒരു അഡീഷണൽ മണമുള്ള ടൈപ്പ് ഡിയോഡറൻസ് ഉണ്ട്. ഈ പർട്ടിക്കുലർ ഇപ്പം നേറ്റീവ് എന്നുള്ള ബ്രാൻഡ് ആക്ച്വലി പിന്നെ ഒരു നല്ലൊരു മണം കൂടെയുണ്ട്, വിച്ച് ഐ റിയലി ലൈക്ക്. ദെൻ അഗൈൻ അതൊരു ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രൈമറി എയിം ഓഫ് ഡിയോഡറൻറ്റ് എന്ന് പറയുന്നത് മണം തരിക എന്നുള്ളതല്ല. സോ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ദാറ്റ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ണ് അടച്ച് ട്രൈ ചെയ്യാവുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് ഡോക്ടർ ഷെഡ്. ഇത് കുറച്ച് ഹെവിയാണ് സാധനം, ഗ്ലാസ് ബോട്ടിലാണ്. കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ട് എനിക്കൊന്ന് ഡോട്ട് ആൻഡ് കീ, വിഷ് കെയർ ഇതിനൊക്കെ എക്സ്ഫോളിയൻസ് ടൈപ്പ് ഉണ്ട്. പ്ലം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് ഓക്കെ. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ബട്ട് ഇതിപ്പോൾ ഞാനൊരു 2 weeks ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ എം റിയലി ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് വൺ. ആസ് എൻ ഐ എം റിയലി ഇൻവെസ്റ്റഡ് ഇൻ ദിസ് വൺ. എന്ത് സംഭവിക്കുന്നത് എനിക്ക് അറിയണം. ഇതൊരു ഈസിലി ഒരു 8 hours ഒക്കെ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. അതായത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു യൂണിസെക്സ് മണമാണ്. എന്നിട്ട് ഒരു 8 hours ഒക്കെ കഴിയുമ്പോൾ നമുക്ക് സ്വെറ്റ് ഒന്നും ഫീൽ ചെയ്യില്ല, ലൈക്ക് സ്വെറ്റി ആയിട്ടൊരു സ്മെൽ ചെയ്യില്ല, വിച്ച് ഇസ് ആക്ച്വലി വെരി ഗുഡ്. ഡിയോഡറൻസ് യൂഷ്വലി അപ്ലൈ ചെയ്യാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് രാത്രി കിടക്കുമ്പോഴാണെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഷവറിന് ശേഷം. എപ്പോഴെങ്കിലും അങ്ങനെ ടൈംസിൽ അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. തെരങ്ങനെ എപ്പോൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ, ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഫ്രഷ് ആൻഡ് ക്ലീൻ ആയിട്ട് ആംപിച്ചിരിക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്ത് തുടങ്ങുവാണെങ്കിൽ ദാറ്റ് ഇസ് ബെറ്റർ. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ഡിയോഡറൻസ് ആൻഡ് antiperspirants. Next we'll move on to body sprays and body mist. ഇത് ഞാനിപ്പോൾ കറന്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബോഡി സ്പ്രേ ആണ്. ഇത് വൈറ്റ് കശ്മീർ എന്ന് പറഞ്ഞിട്ട് കളർ ബാറിൻ്റെ ബ്രാൻഡിൻ്റെ ആണ്. 48 hours ബോഡി സ്പ്രേ. ഇത് ആക്ച്വലി ഡിയോഡറൈസിങ് ആക്ഷനും ഉണ്ടെന്നാണ് പറയുന്നത്. പൊതുവേ നമ്മൾ ബോഡി സ്പ്രേസ് ഡിയോഡറൻസിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് അല്ല. ഈ പെർഫ്യൂമിന് പകരം ആൾക്കാർ പെർഫ്യൂമിനെക്കാളും പലപ്പോഴും ചീപ്പറായിരിക്കും സ്പ്രേ എടുത്ത് ഇങ്ങനെ നമ്മൾ അടിക്കൂല. അത് തന്നെയാണ് നമ്മൾ ബോഡിയിലും ഉടുപ്പിലും ഒക്കെ അടിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ ഡിയോഡറൻസ് നമ്മൾ എൻറ്റയർലി നമ്മൾ ആംപിറ്റ്സിലും അങ്ങനത്തെ ഏരിയാസിൽ മാത്രം അപ്ലൈ ചെയ്യുന്ന പ്രോഡക്റ്റാണ്. പക്ഷേ ബോഡി സ്പ്രേ, ബോഡി മിസ്റ്റ് എന്ന് വരുമ്പോൾ നമുക്ക് ബോഡിയിൽ എവിടെ വേണമെങ്കിലും അടിക്കാമെന്നുള്ളതാണ്. അപ്പം ബോഡി മിസ്റ്റുകൾ ഇവിടെ ഞാനിപ്പോൾ അക്വലോജിക്കയുടെ ഒരു ബോഡി മിസ്റ്റാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പുതിയ ലോഞ്ചായിരുന്നു. ഇതിന് ആക്ച്വലി കുറച്ച് നെഗറ്റീവ് അല്ല, കുറച്ച് പേര് പറഞ്ഞു ഇതിൻ്റെ അടപ്പ് തുറക്കാൻ ഭയങ്കര പാടാണ്. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. പിന്നെ ചിലർ പറഞ്ഞു ഇതിന് 3 വേരിയൻസ് അവൈലബിൾ ആണ്. ചില വേരിയൻസിന് മണം ഇഷ്ടപ്പെട്ടില്ല. ഞാനിവിടെ ഡ്യൂയി ഫ്ലോറൽ കിസ് എന്നുള്ള ഒരു മണമാണ് ഉപയോഗിക്കുന്നത്. എനിക്കെൻ്റെ മണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ക ഫ്ലോറൽ മണം ആൻഡ് നൈസ് പാക്കേജിങ് ഓൾസോ. സോ ഈ പർട്ടിക്കുലർ വേരിയൻറ്റ് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. ഒരു പ്രൈമറി ഡിഫറൻസ് ബിറ്റ്വീൻ ഒരു ബോഡി മിസ്റ്റ് ആൻഡ് ബോഡി സ്പ്രേ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം. പാക്കേജിങ് എയറോസോൾ ക്യാൻസലാണ് യൂഷ്വലി ഈ ബോഡി സ്പ്രേകൾ അല്ലെങ്കിൽ ബോഡി ഡിയോഡറൻറ്റ് സ്പ്രേകൾ എപ്പോഴും വരുന്നത്. ഇങ്ങനത്തെ ഒരു മിസ്റ്റ് മെക്കാനിസം ആയിരിക്കും വരുന്നത്. ബോഡി മിസ്റ്റിനകത്ത് വരുന്ന പോലത്തെ സ്പ്രേയിങ് മെക്കാനിസം അല്ല വരുന്നത്. കുറച്ചും കൂടെ ഒരു ഫൈൻ മിസ്റ്റ് ആയിരിക്കും നമുക്ക് ബോഡി സ്പ്രേയിൽ കിട്ടുക. പൊതുവേ ബോഡി സ്പ്രേയിൽ ആൽക്കഹോളിൻ്റെ അളവും അതുപോലെ ഫ്രേഗ്രൻസ് ഓയിലിൻ്റെ അളവും കുറച്ച് കൂടുതലായിരിക്കും എന്ന് പറയും. അപ്പം അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതൽ നേരം നീണ്ടു നിൽക്കാൻ ചാൻസ് കമ്പയർഡ് ടു എ ബോഡി മിസ്റ്റ് എപ്പോഴും ഒരു ബോഡി സ്പ്രേ ആണ്. ഹൗ എവർ ബോഡി സ്പ്രേ നമ്മൾ കുറച്ചും കൂടെ ശരിക്കും ഈ
ഇങ്ങനെ കുളിച്ചൊക്കെ കഴിഞ്ഞ് അപ്ലൈ ചെയ്ത് ഒരു ഡിയോഡറൈസിങ് ആക്ഷനൊക്കെ ചില സമയത്ത് കിട്ടി അങ്ങനെ അപ്ലൈ ചെയ്ത് പോകുന്ന ഒരു പ്രോഡക്റ്റാണ്. നമ്മളതങ്ങനെ കൊണ്ടുവരുന്ന റീഅപ്ലൈ ചെയ്യുന്ന ഒരു സാധനമല്ല. ആൻഡ് ഇതിനകത്ത് ഒരിക്കലും അല്ല മിക്കപ്പോഴും ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ ഹൈലറോണിക് ആസിഡ് അങ്ങനെയൊന്നും കാണാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതേസമയം ഈ ബോഡി മിസ്റ്റിലാണെങ്കിൽ ഇപ്പോൾ ഈ പർട്ടിക്കുലർ ബ്രാൻഡിൽ അക്വലോജിക്കയിലാണെങ്കിൽ ഹൈലറോണിക് ആസിഡ് ഒക്കെ ഉണ്ട്. അപ്പം ഇത് നമ്മൾ കുളിച്ചിറങ്ങി ബോഡി കുറച്ച് വെറ്റായിരിക്കുന്ന സമയത്ത് നമുക്ക് ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് നെക്കിൻ്റെ സൈഡിലോ കയ്യിലോ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ക്ലോത്ത്സിലും അപ്ലൈ ചെയ്യാം. ഒരു 5-6 മണിക്കൂർ നിങ്ങൾക്ക് ഇതിൻ്റെ മണം കിട്ടും. ക്ലോത്ത്സിൽ ആക്ച്വലി മോർ ദാൻ 24 hours കിട്ടും. ഞാൻ ആക്സിഡൻ്റലി ഇന്നലെ എൻ്റെ ഉടുപ്പിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇന്ന് രാവിലെ ഞാനിങ്ങനെ മാറിയപ്പോഴും നോക്കുന്നതിന് മണം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ബോഡി മിസ്റ്റ് പൊതുവെ അങ്ങനെ നമ്മൾ റീഅപ്ലൈ ചെയ്യുന്ന ടൈപ്പ് ഒരു പ്രോഡക്റ്റ് പലപ്പോഴും ആൾക്കാർ കൈ കൊണ്ട് നടന്ന് അങ്ങനെ അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. ബോഡി സ്പ്രേ യൂഷ്വലി ലൈക്ക് ഒരു 1 and done പ്രോഡക്റ്റാണ്. നമ്മളിങ്ങനെ കൊണ്ടുനടന്ന് ഉപയോഗിക്കുന്ന ഒരു സാധനമല്ല. ഇനി ഈ പർട്ടിക്കുലർ ഡിയോഡറൻറ്റ് അതായത് വൈറ്റ് കശ്മീർ ബൈ കളർ ബാർ ഇവർക്ക് 4 വേരിയൻസ് ഉണ്ട്. സ്ത്രീകൾക്ക്, പുരുഷന്മാർക്ക് ഔദ് അങ്ങനത്തെ കുറച്ച് വേരിയൻസ് ഉണ്ട്. ദെനെങ്ങനെ ഈ മണങ്ങളൊക്കെ ഫ്ലൂയിഡാണ്. ഇപ്പോൾ എനിക്ക് ഔദിൻ്റെ മണം ഇഷ്ടമാണ്. എന്തായാലും ഈ വൈറ്റ് കശ്മീർ കാലൻ ഹെറാരയുടെ വെരി ഫേമസ് ആയിട്ടുള്ള ഗുഡ് ഗേൾ എന്നുള്ള പെർഫ്യൂമിൻ്റെ ഒരു എക്സാക്ട് ഡ്യൂപ്പ് എന്നാണ് പറയുന്നത്. ഞാനത് ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ ഇതിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ഒരു ഹൈ എൻഡ് ഫ്ലോറൽ ഫെമിനൈൻ കൈൻഡ് ഓഫ് ഒരു മണമാണ്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 48 മണിക്കൂറൊന്നും നിൽക്കില്ല, കാരണം ഒബ്വിയസ്ലി നമ്മൾ അതിന് മുമ്പ് കുളിക്കും. പക്ഷേ രാവിലെയൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി ഒരു ടിൽ ദി എൻഡ് ഓഫ് ദ ഡേ ഒരു 12, 13, 14 hours ഒക്കെ ഉറപ്പായിട്ടും ഇതിൻ്റെ ഒരു മണം നിൽക്കും. ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് യൂഷ്വലി ബോഡി സ്പ്രേസും ബോഡി മിസ്റ്റുകളും എല്ലാം. അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചിലരിത് ഹെയർ മിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കും. മേ ബി ഡോണ്ട് ഡൂ ദാറ്റ്. കാരണം ആൽക്കഹോൾ ഡീനേച്ചർഡ് ആൽക്കഹോൾ ആണ്, എന്നാലും അത് തലമുടി ഡ്രൈ ആക്കാൻ ചാൻസ് ഉണ്ട്. ഓൾസോ ബോഡിയിലും കൺസിസ്റ്റൻ്റ് എപ്പോഴും ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതായത് ഇപ്പോൾ നമുക്ക് കുറച്ച് ഡ്രസ്സിലും കൂടെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഗ്രേറ്റ്. ഇപ്പം ഒരു ഡിയോഡറൻറ്റിന് ആ ഒരു പ്രോബ്ലം വരുന്നില്ല. ഇറ്റ് ഹാസ് ടു ബി അപ്ലൈഡ് ഓൺ യുവർ സ്കിൻ. ദീസ് ആർ ഓൾസോ മെൻ ടു ബി അപ്ലൈഡ് ഓൺ യുവർ ബോഡി. ബട്ട് ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളത് കൊണ്ട് ബി എ ലിറ്റിൽ കെയർഫുൾ എന്നേ ഞാൻ പറയൂ. ഒരുപാട് അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് സ്കിൻ ഇറിറ്റേഷൻ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ചിലർക്ക് സ്കിൻ പിഗ്മെന്റേഷൻ വരാനും ചാൻസ് ഉണ്ട്. സോ ജസ്റ്റ് നെക്കിന്റെ സൈഡിലും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യാം. ബാക്കി കുറച്ച് ബോഡിയിലും ഉടുപ്പിലൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. പിന്നെ ഞാൻ വളരെ എൻജോയ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു ബോഡി മിസ്റ്റ് ബാത്ത് ആൻഡ് ബോഡി വർക്സിൻ്റെ ആണ് ഡാർക്ക് ഔത്ത്. ഇത് ഞാൻ വാങ്ങിയത് ആമസോണിൽ തന്നെയാണ്, പക്ഷേ ഇപ്പോൾ ആമസോൺ ഉണ്ടെന്ന് അറിയില്ല. ഇവിടെ ബോഡി മിസ്റ്റുകൾ എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. അഗൈൻ ഇതിലും ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ട്, അതൊരു ക്രൈം ഒന്നുമല്ല. അതുകൊണ്ട് അങ്ങനെ ആൽക്കഹോൾ ഫ്രീ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ദെൻ അഗൈൻ I really enjoy the fragrance of this one also. But then overall എനിക്ക് തോന്നുന്നു if I were to recommend a very affordable body spray, I would definitely recommend the Color Bar range. അതുപോലെ തന്നെ നൈക്കിയുടെ ചില ഒരു മേ ബി ഒരു 10 വർഷത്തിന് മേലെ വളരെ ഹിറ്റായിട്ട് നിൽക്കുന്ന ചില ഡിയോഡറൻസ് ഉണ്ട്. കാഷ്വൽ, അപ്പ് ആൻഡ് ഡൗൺ, പേരുകൾ മറന്നുപോയി. അല്ലെങ്കിൽ ഞാൻ കാഷ്വൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇയേഴ്സ് എഗോ. ഇറ്റ്സ് ആക്ച്വലി വെരി ഗുഡ് ഡിയോഡറൻറ്റ് സ്പ്രേ. അത് സ്പ്രേ പോലെയാണ്, ജസ്റ്റ് ബോഡിയിലും ഉടുപ്പിലൊക്കെ അടിക്കാവുന്നത്. ഇറ്റ്സ് ആക്ച്വലി വെരി ഗുഡ്. അത് ഞാൻ ഉറപ്പായിട്ടും ലിങ്കിൽ കൊടുക്കാം. യു ഹാവ് ടു ട്രൈ ദാറ്റ് വൺ ഓൾസോ. ആൻഡ് ഫോർ ബോഡി മിസ്റ്റ് ഒരുപാട് ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. റീനി ഉണ്ട്, ജസ്റ്റ് ഹെർബ്സ് ഉണ്ട്, എൻഗേജ് ഒക്കെ പഴയ ലെയർ, വാട്ടർ ഗേൾ, അതൊക്കെ പഴയ ബ്രാൻഡ്സ് ആണ്. ബട്ട് അക്വലോജിക്കയുടെ ഇത് എനിക്ക് ആക്ച്വലി ശരിക്കും ഇഷ്ടപ്പെട്ടു. ഒട്ടും ഡ്രൈയിങ് അല്ല, ഇത് ഹൈലറോണിക്കും കൂടെ ഉള്ളതുകൊണ്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വിടുവാണെങ്കിൽ ഇറ്റ് സ്മെൽസ് റിയലി നൈസ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ആൽക്കഹോൾ ഫ്രീ വേരിയന്റ് വേണമെന്നുണ്ടെങ്കിൽ ലവ്സ് എന്നൊരു ബ്രാൻഡുണ്ട്. അതൊക്കെ ആൽക്കഹോൾ ഫ്രീ പ്രൊഡക്ട്സ് ആണ്, ഹലാൽ പ്രൊഡക്ട്സുമാണ്. ഇതിനകത്ത് ഇമോളിയൻസ് ഉണ്ട്, ഹെർബൽ എക്സ്ട്രാക്ട്സ് ഉണ്ടെന്നൊക്കെയാണ് ഇവിടെ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് പറയുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഒരു ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ഒരു ബോഡി സ്പ്രേ വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. ഇവരുടെ മണങ്ങളും ഒക്കെ ഭയങ്കര യുണീക്ക് മണങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ പേര് സൊഹ, സദഫ്, കിസ്മെറ്റ്, ഇതവിടെ ക്ലാസിക്, ഫെയ്ത്ത്, കുറച്ചൊരു അറബിക് ഓറിയന്റൽ പെർഫ്യൂംസിനൊക്കെ റിമൈൻഡ് ചെയ്യുന്ന അങ്ങനത്തെ ടൈപ്പ് മണങ്ങളാണ്. സോ ആൻഡ് ദീസ് ആർ വെരി അഫോർഡബിളി പ്രൈസ്ഡ് ആസ് വെൽ ആൻഡ് മെയ്ഡ് ഇൻ ഇന്ത്യയുമാണ്. ഇപ്പോൾ ആൽക്കഹോൾ പ്രൊഡക്ട്സ് ഉപയോഗിച്ചു എന്ന് വെച്ചപ്പോൾ ഒന്നും സംഭവിക്കില്ല, അങ്ങനെയല്ല. എന്നാലും ചില ആൾക്കാർക്ക് പർട്ടിക്കുലർലി കുറച്ചധികം സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആൽക്കഹോൾ ഒഴിവാക്കി നിർത്താൻ താല്പര്യം ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബ്രാൻഡ്. ദ ഹോൾ പോയിന്റ് ഓഫ് ദിസ് വീഡിയോ ഇസ് ടു ടെൽ യു ഓർ ഇസ് ടു ഹെൽപ്പ് യു പിക്ക് ദ റൈറ്റ് വൺ. വേർപ്പുനാറ്റമാണ് നിങ്ങളുടെ പ്രൈമറി പ്രോബ്ലം, നിങ്ങൾക്ക് മണമൊന്നും വേണ്ട അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എ ഡിയോഡറൻറ്റ്. കുറച്ച് സ്വെറ്റ് ബ്ലോക്കിംഗ് കൂടെ വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എൻ അലുമിനിയം ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു അലുമിനിയം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ആൻറ്റിപെർസ്പിറൻറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സ്വെറ്റ് ബ്ലോക്കിംഗ് അവിടെ നിൽക്കട്ടെ, അതിനോടൊപ്പം നിങ്ങൾക്ക് കുറച്ച് മണം കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഡിയോഡറൻസിനോടൊപ്പം നിങ്ങൾക്ക് സപ്ലിമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന പ്രോഡക്ട്സ് ആണ് ഒരു ബോഡി മിസ്റ്റോ അല്ലെങ്കിൽ ഒരു ബോഡി സ്പ്രേയോ. ആൽക്കഹോൾ ഉള്ളത് കൊണ്ട് ഒരുപാട് അങ്ങ് ബോഡിയിൽ എസ്പെഷ്യലി സെൻസിറ്റീവ് ഏരിയാസിലൊക്കെ ഒരുപാട് അങ്ങ് അടിക്കാതിരിക്കുക, കഴിവതും ഡ്രസ്സിലും ഒക്കെ അടിച്ചങ്ങോട്ട് ന്യൂട്രലൈസ് ചെയ്യുക. സോ ദീസ് ആർ ഓൾ ദ പ്രോഡക്ട്സ് ദാറ്റ് ഐ ഹാവ് ബീൻ ലവിങ്, ട്രൈയിങ് ആൻഡ് ലവിങ് ഇൻ ദ ലാസ്റ്റ് 1 to 2 months. സോ ഞാൻ ഉറപ്പായിട്ടും ഈ പ്രോഡക്ട്സ് റെക്കമെൻഡ് ചെയ്യും. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചൊരു ക്ലാരിറ്റി തന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ചില ബ്രാൻഡ്സും ചില പ്രോഡക്ട്സും ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെയ്യാം, അത് നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. വി വിൽ മീറ്റ് അഗൈൻ. Until then, take care. Bye bye.